കോതമംഗലം കുട്ടമ്പുഴ ക്നാച്ചേരിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നതാണ് ആദ്യ വാർത്തയാകുന്നത്. പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന് ധനസഹായം ജില്ലാ കളക്ടർ കൈമാറിയിരുന്നു. പ്രദേശത്തെ ട്രെഞ്ചിങ്, ഫെൻസിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിരുന്നു. സംഭവസ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകാനുള്ളത് KM ഉമേഷാണ്. ഉമേഷ്, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും വേദന നിറഞ്ഞ വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് മാത്രമല്ല, വലിയൊരു പ്രതിഷേധം ആ പ്രദേശത്തുണ്ടായിരുന്നു. നാട്ടുകാർ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അവരുടെ വൈകാരികമായ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടുമിരുന്നു. രാത്രി വൈകി ജില്ലാ കളക്ടറുടെ സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് ആ പ്രതിഷേധം അവസാനിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി? അന്ന, ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഈ കാട്ടാനാക്രമണം ഉണ്ടായ ആ സ്ഥലത്താണ്. ഇത് ഒരു വനമേഖലയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത്. ഇന്നലെ ഈ അപകടം നടന്ന ഈ എൽദോസ് കൊല്ലപ്പെട്ട ആ സ്ഥലം ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഈ വനമേഖല, അതായത് ഈ ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ക്നാച്ചേരി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വനമേഖലയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം വരെ മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. അവിടെ KSRTC ബസ് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് കാൽനടയായി ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് എന്നുള്ളതാണ്. ഈ വനത്തിൽ ഇത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുമെന്ന് കരുതുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഈ കാട്ടാന ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടം എന്നാണ് പറയുന്നത്. അങ്ങനെ എൽദോസ് ഇന്നലെ രാത്രി 8:30 ഇവിടെ നിന്ന് കാൽനടയായി വീട്ടിലേക്ക് പോകും വഴിയാണ് പെട്ടെന്ന് കാട്ടാന വരികയും എൽദോസിനെ ആക്രമിക്കുകയും ചെയ്തത്. ഈ കൃത്യം ആന ആക്രമിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴും അതിൻ്റെ ചോരപ്പാടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി ക്യാമറ സൂം ചെയ്താൽ കാണാം. ഇവിടെ ചോരപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് ഈ എൽദോസിനെ ഈ മരത്തിലേക്ക് അടിച്ചാണ് കാട്ടാന കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ എൽദോസിൻ്റെ ഈ ചോര ഒക്കെ തെറിച്ച് കിടക്കുന്ന, ആ ചെടികളിലൊക്കെ തെറിച്ച് കിടക്കുന്ന ഭാഗം കാണാം. ഒപ്പം ഇവിടെ മരങ്ങളൊക്കെ, കമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. വലിയ ആനയുടെ ആക്രമണം വലിയ രീതിയിലുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. കമ്പൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. എൽദോസിൻ്റെ ചെരുപ്പ് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എൽദോസ് ധരിച്ചിരുന്ന പാൻസിൻ്റെ ബെൽറ്റ് അടക്കം പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഇപ്പോൾ ചെരുപ്പ് കാണാം. ഇങ്ങനെ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ എത്രയും വലിയൊരു ആക്രമണമാണ് എൽദോസിന് നേരിടേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെയാണ് ചെരുപ്പ് കിടക്കുന്നതെങ്കിൽ ഈ മൃതദേഹം കിടന്നിരുന്ന സ്ഥലം തൊട്ടപ്പുറത്താണ്. അത് നമുക്ക് കാണാം. ഇത്രയും മാറിയാണ് ആ മൃതദേഹം കിടന്നിരുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് മൃതദേഹം കിടന്നിരുന്നത്. ഇത്രയും വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ നാട്ടുകാർ ഇന്നലെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് കമ്പിയാണ്. ഇത് ഫെൻസിങ്ങിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആന അതെല്ലാം നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. പതിവായി ആന ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ നശിപ്പിച്ചു. ഉമേഷ്, വനാതിർത്തിയോട് ചേർന്നുള്ള വേലിക്കെട്ടുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വനാതിർത്തിയാണ്, തൊട്ടടുത്ത് സെറ്റിൽമെന്റുകൾ ഉണ്ട്, ആളുകൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നടന്നും മറ്റും വാഹന സൗകര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നടന്നും മറ്റുമൊക്കെ ആളുകൾ പോകുന്ന പരിസരമാണ്. അവിടെ വഴിവിളക്കുകൾ ഇല്ല എന്ന ഒരു പ്രശ്നം എൽദോസിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സ്വാഭാവികമായും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ആ വഴി പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് അധികൃതർ ഇതിനോടകം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. ഇന്ന് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ എൽദോസിന്റെ കുടുംബത്തിന് ചെക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ്. അത് തന്നെ. ഇന്നലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത്. ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങൾ കണ്ട് അത് പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരിക എന്ന് തോന്നുന്നു. ഈ കാണുന്ന റോഡ്, ഈ കാണുന്ന റോഡിലൂടെയാണ് എൽദോസ് നടന്ന് പോയത്. ഇതിൻ്റെ ഇരുവശത്തും കാടാണ്. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ആന വരാം എന്നുള്ള സ്ഥിതിയാണ്. ഇങ്ങനെ പോകുമ്പോൾ അവർ പ്രധാനമായി ആവശ്യപ്പെടുന്ന ഈ റോഡിനോട് ചേർന്ന്
ട്രഞ്ചിങ് വേണമെന്നുള്ളതാണ്. അതായത് ഒരു കിടങ്ങ് പോലെ വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ട്രഞ്ചിങ് ഉണ്ടാകുമ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അന്ന ഒരു നിമിഷം ഈ സംഭവം ഈ പ്രദേശവാസിയായ ഒരാളുടെ ഇതിലേക്ക് പോകാം. എങ്ങനെ ചേട്ടൻ ഇന്നലെ എന്താണ് നടന്നതെന്നാണ് പറയുന്നത്? 8 മണിയുടെ അമൃത വണ്ടിക്ക് വന്നിറങ്ങിയിട്ട് കക്ഷി വീട്ടിലേക്ക് പോയതാണ്. അപ്പം പുള്ളി മിക്കവാറും ടോർച്ച് ഉപയോഗിക്കാറില്ല, ഈ മൊബൈലിൻ്റെ വെട്ടത്തിലേക്കാണ് പോകാറ്. അങ്ങനെ സംഭവിച്ചായിരിക്കും. കാരണം ഇവിടെ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഞാനേ കണ്ടേനെ. ഇത് വെളിച്ചമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു 6:30 ആകുമ്പം നേരെ ഇരുട്ടും, പകൽ കുറവാണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല കൂരാക്കുഞ്ഞ് ഇരുട്ടായി പോകും. അപ്പോൾ വെളിച്ചമില്ലാത്തതാണ് മെയിൻ പ്രശ്നം വഴിക്ക്. എവിടം വരെ ബസ് സർവീസ് ഉണ്ട്? ഗാർഡ് സ്റ്റേഷൻ്റെ അവിടം വരെ. ഉരുളൻതണ്ണിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടായി ഈ എൽദോസിൻ്റെ വീട്? ജസ്റ്റ് 1 കിലോമീറ്റർ. ഈ 1 കിലോമീറ്റർ ദൂരം ഈ കാടിൻ്റെ നടുക്കൂടാണ് നടന്നു പോകുന്നത്. അതെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും ആവശ്യങ്ങളുണ്ടായിരുന്നു? മെയിനായിട്ട് വേണ്ടത് വഴിവിളക്ക് വേണം, ഫെൻസിങ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആന റോഡിലിറങ്ങില്ല, അപ്പുറം ഇപ്പുറം നിന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫെൻസിങ് ഉണ്ടായെന്ന് തോന്നുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഒരാഴ്ച പോലും നിലനിന്നില്ല ഇട്ടിട്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ബാജർമാരാരുമില്ല. ഈ വനത്തിക്കടെ മൊത്തം ഇത് ഇട്ടിട്ട് ഒരു മരക്കം പൊടിഞ്ഞ് വീണാൽ അത് പോകും. അത് കഴിഞ്ഞ് പിന്നെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ അതിനുള്ള ആരും ശ്രദ്ധിക്കാറില്ല. അതങ്ങനെ കിടന്ന് അങ്ങനെ പോയി. ഈ എൽദോസിനെ വളരെ വലിയൊരു ആക്രമണമാണ് ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? ദേഹമൊക്കെ ഛിന്ന ഭിന്നമായി എന്നാണ് പറയുന്നത്. പിന്നെ വലിച്ച് കീറി ചവിട്ടിക്കൂട്ടി നാശമാക്കി. എൽദോസ് എന്ത് ചെയ്യുന്ന ആളായിരുന്നു? പുള്ളി എന്തോ വെളിയിലൊക്കെ, ഇവിടെയെങ്കിലും വർക്കില്ല പുള്ളിക്ക്. പുള്ളി വെളിയിലൊക്കെ പോയി പണി ചെയ്തിട്ട് വരുന്ന ആളാണ്. മാസത്തിലും ഒക്കെ ഒന്ന് വരാറുള്ളൂ. ഇന്നലെ അങ്ങനെ വന്നാൽ വീട്ടിൽ പോകാനായിട്ട്. ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കല്ല, സ്ഥിരമുണ്ട് ഇതിനകത്ത്. മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. തൊട്ടപ്പുറം പെണ്ണൂർക്കുടിയിൽ ഒരാളെ കൊന്നിട്ടുണ്ട്. ഇന്നലെ കളക്ടറൊക്കെ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാം, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് മുതൽ ഫെൻസിങ്ങിൻ്റെ വർക്ക് തുടങ്ങാം, വഴിവിളക്കിടാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇവിടെ എത്ര പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ? അവിടെ കണാച്ചേരി 10-60 വീട്ടുകാരുള്ളതാണ്. ഇപ്പം ഈ ആനയെ പേടിച്ച് കുറേ പേരൊക്കെ മാറി അവിടുന്ന്. ഈ ആനശല്യം രൂക്ഷമായതുകൊണ്ടും പിന്നെ അവിടെ ഒരു 2018 ഉരുളുപൊട്ടുണ്ടായി. അത് എൻ്റെ പറമ്പിലേക്കാണ് വീണത്. ഞാനും അവിടെയായിരുന്നു, എൻ്റെ സ്ഥലമൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ആ ഉരുളുപൊട്ടുണ്ടായ അന്ന് അത്ഭുതകരമായിട്ടാണ് ഞങ്ങളൊക്കെ ജീവൻ കിട്ടി ഓടുക ചെയ്ത്. അതുകൂടി ഞാൻ ഈ നമ്മളീ കയറി വരുന്ന ആദ്യം കാണുന്ന ആ വീട് വാടകയ്ക്ക് എടുത്ത് അന്നും മുതൽ ഞാൻ ഇവിടെയാണ്, ഞാനും എൻ്റെ പിള്ളേരും. എൻ്റെ സ്ഥലമൊക്കെ അവിടെ കിടപ്പുണ്ട്. ആ ഉരുളുപൊട്ടോടു കൂടി പിന്നെ ഈ ആനശല്യവും കൂടി ആയിക്കഴിഞ്ഞപ്പം ജനങ്ങൾക്ക് പേടിയായി. അവരെല്ലാം ഒരുവിധപ്പെട്ടവരെല്ലാം അവിടെ നിന്ന് മാറി. ഇന്നും വർഷമാകുമ്പോൾ പേടിയാണ് അവിടെ കിടക്കാൻ. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അത് കഴിഞ്ഞിപ്പോൾ കുറേ എങ്ങും പോക്കടമില്ലാതെ കുറേ ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. 10-65 വീട്ടുകാരുണ്ടായിരുന്ന. എന്തായാലും ഫെൻസിങ്, ട്രഞ്ചിങ്, വഴികളൊക്കെ സ്ഥാപിച്ചാൽ കുറേ ആശ്വാസമാവും. മനുഷ്യന് ജീവൻ കളയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നാൽ പോലും റോട്ടിൽ കയറില്ലല്ലോ, നടന്നു പോയി. കാരണം ഇവിടുന്ന് ഈ പ്രദേശം പണിയില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം കോതമംഗലത്തും അതിലെതിലൊക്കെ പോയി പണി ചെയ്തിട്ട് ലാസ്റ്റ് വണ്ടിക്കൊക്കെയാണ് വന്നത്. ഈ പറഞ്ഞ അമൃത വണ്ടിക്കും ഒക്കെയാണ് വരണത്. അവർ വന്ന് വീട്ടിലേക്ക് പോകണ്ടേ അവർക്ക്. അപ്പോൾ ചിലപ്പോൾ ടോർച്ച് ഉണ്ടാവില്ല കയ്യിൽ, ചിലപ്പോൾ മൊബൈലോ ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കണ പൂരം കാര്യം ആനയുണ്ടെന്നറിയാം, എങ്കിൽ പോലും ഇതിപ്പോൾ ഇങ്ങനെ വരുമെന്നറിഞ്ഞില്ലല്ലോ. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതേസമയത്ത് വഴിവിളക്കുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കാണാം. ഇത് ചെറിയ സാധനമല്ല, വലിയ സാധനമല്ലേ. അപ്പോൾ അത് മെയിൻ പ്രശ്നം വെട്ടത്തിൻ്റെയാണ്. ഇതാണ് പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇതാണ് കളക്ടർ ഇതിനൊക്കെയാണ് ഇന്നലെ പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ വലിയ പ്രതിഷേധം 5-6 മണിക്കൂറൊക്കെ നീളുന്ന വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അതിനുശേഷം ജില്ലാ കളക്ടർ നേരിട്ട് ഇവിടെ എത്തി. ജില്ലാ കളക്ടർ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായും നാട്ടുകാരുടെ ആ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കളക്ടറുടെ ഒരു ഇടപെടൽ ഇന്ന് ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ കളക്ടറുടെ ഇടപെടൽ ആ സമയം നിർണായകമായിരുന്നല്ലോ. തീർച്ചയായും അതാണ് ഇന്നലെ ഏറ്റവും പ്രധാനമായത്. കാരണം
ഏത് സമയത്താണ് പ്രതിഷേധമെന്നോ അങ്ങനെയൊന്നും നോക്കാതെ അദ്ദേഹം നേരിട്ട് ഈ പ്രദേശത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇത് എറണാകുളം നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ പറയുന്ന സ്ഥലം. ഏതാണ്ട് അവിടെ നിന്ന് 2-2.5 മണിക്കൂറിലധികം യാത്ര ചെയ്താലാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. ഇന്നലെ രാത്രി തന്നെ അർദ്ധരാത്രി തന്നെ കളക്ടർ ഇവിടെ എത്തി. MLA ആന്റണി ജോൺ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായി. അതിനുശേഷം ഇവരുമായി ഒക്കെ ചർച്ച നടത്തിയ ശേഷമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയായത്. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ആവശ്യം ഈ മൃതദേഹം ഇവിടെ കിടന്നിരുന്ന ഈ സ്ഥലത്ത് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഈ മൃതദേഹം ഒരു കാരണവശാലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. തങ്ങൾ പറയുന്ന ആവശ്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കിയ ശേഷം മാത്രം കൊണ്ടുപോയാൽ മതി എന്നൊരു നിലപാടായിരുന്നു ഇന്നലെ ഇവിടെ തടിച്ചുകൂടിയ 100 കണക്കിന് പേർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആ സമയത്താണ് കളക്ടർ വരുന്നതും അവരുമായൊക്കെ വിശദമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. ആ സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇത് ഈ പ്രദേശത്ത് ഇരുവശത്തും ട്രഞ്ചിങ് അടക്കം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതായത് ട്രഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒരു കിടങ്ങ് പോലെ 2 ഭാഗത്തും നിർമ്മിക്കുക. അപ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് അടുത്തേക്ക് ഈ റോഡിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ട്രഞ്ചിങ് ജോലികൾ ഇന്ന് തന്നെ തുടങ്ങാം എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഫെൻസിങ് ജോലികളാണ്, സോളാർ വേലി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് ഇവിടേക്ക് വരാൻ കഴിയാത്ത ഒരു നിലയുണ്ടാക്കാൻ കഴിയും. അത് ഈ റോഡിന് ഇരുവശത്തും അത്തരത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് ഈ മാസം 21 അത്തരം ജോലികൾ ആരംഭിക്കുക, വളരെ പെട്ടെന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് നാട്ടുകാർ അത് സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ പ്രദേശവാസി അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ വഴിവിളക്കുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയുണ്ടായി. കാരണം പലരും രാത്രിയൊക്കെയാണ് ഇവിടെ വന്ന് ഇറങ്ങുക. എന്നിട്ട് ഈ കാണുന്ന ഈ പാതയിലൂടെ വീടിനകത്തേക്ക് പോകണം. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം അവർ പലരും കാൽനടയായി സഞ്ചരിക്കുന്നവരുണ്ട്, ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരുണ്ട്, ഓട്ടോറിക്ഷയിൽ പോകുന്നവരൊക്കെ ഉണ്ട്. ബസ് തൊട്ടപ്പുറം വരെ മാത്രമേ ഉള്ളൂ. ബസ് ഇറങ്ങിയ ശേഷം കാൽനടയായി പോകുന്നവരും ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിലുമൊക്കെ പോകുന്നവരുണ്ട്. ഈ കാൽനടയായി പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ടോർച്ചൊന്നും കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പ്രദേശം അതെ ഉമേഷ്, ഇപ്പോൾ ഉമേഷ് പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഈ എൽദോസിന്റെ വീട്ടിലേക്ക് ഈ നടന്നു പോകാനുള്ള ദൂരം 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് കോതമംഗലത്ത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ജീവൻ കാട്ടാന ആക്രമണത്തിൽ പിഴുതു റോഡിലേക്ക് വീണ ആ ബൈക്ക് അപകടത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്നതും കോതമംഗലത്താണ്. വെറും 2 ദിവസം മുൻപാണ്. അടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഏതാണ്ട് അടുത്ത പ്രദേശമാണോ അതോ ദൂരമുണ്ടോ? സ്വാഭാവികമായും വനം വകുപ്പിന്റെ ഇതിലുള്ള അടുത്ത നടപടി എന്താണ് എന്നത് കൃത്യമായി അറിയേണ്ടതാണ്. വിഷയത്തിൽ ഇടപെട്ട് വനംവകുപ്പ് മന്ത്രി പ്രതിരോധ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. അതെ, അത്തരത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, കൃത്യമായി പരിശോധിക്കും എന്ന് തന്നെയാണ് വനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അന്ന സൂചിപ്പിച്ചതുപോലെ അത് ഒരാഴ്ച മുമ്പ് ഉണ്ടായ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം, അത് കാട്ടാന ഒരു മരം മറിച്ചിട്ട് ആ മരത്തിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത്. അത് ഇതിന് തൊട്ടടുത്തല്ല, അത് നേര്യമംഗലം എന്ന് പറയുന്ന ഭാഗത്താണ്. എല്ലാം ഈ കോതമംഗലം നേര്യമംഗലം വനമേഖല തന്നെയാണ്. അത് ഇതിന് തൊട്ടടുത്തല്ല എന്ന് മാത്രം. പക്ഷേ ഏതാണ്ട് ഒരേപോലെ ഈ ഭൂമിയുടെ ഘടന ഏതാണ്ട് ഒരുപോലെയുള്ള സ്ഥലമാണ്, ഭൂപ്രദേശം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഏറ്റവും പ്രധാനം വഴിവിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നമ്മളോട് സംസാരിച്ച പ്രദേശവാസി പറഞ്ഞപ്പോഴും വഴിവിളക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആന നിൽക്കുന്നത് കാണാമായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഏതാണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് കരുതുന്നു. ഈ പ്രദേശത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നുണ്ട്, മറ്റുള്ളത് പലതും നശിച്ചുപോയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തുള്ള പോസ്റ്റിന് മുകളിലൊക്കെ ഇത്തരത്തിൽ വഴിവിളക്കുകൾ കൃത്യമായി സ്ഥാപിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് 5 ദിവസം കൊണ്ട് ഈ വിളക്കുകളെല്ലാം സ്ഥാപിക്കും എന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കളക്ടർ ഈ നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ നൽകിയ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും അതുതന്നെയാണ്. ഈ ട്രഞ്ചിങ് ഇന്ന് തന്നെ തുടങ്ങും. ഫെൻസിങ് ജോലികൾ 21-ാം തീയതിയോടുകൂടി ആരംഭിക്കും.
ഒപ്പം ഈ വിളക്കുകൾ അത് 5 ദിവസം കൊണ്ട് അത് പൂർത്തിയാകും. ഒപ്പം ഈ പ്രദേശത്തേക്ക് RRT സംഘത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വനംവകുപ്പിൻ്റെ RRT സംഘത്തിന് വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്താനും ഒക്കെയുള്ള സൗകര്യം വേണം. അതിന് വാഹനമൊക്കെ വേണം. അത് കൃത്യമായി ആ സൗകര്യം ഏർപ്പെടുത്തുക. ഇങ്ങനെ നിരവധി തീരുമാനങ്ങൾ ഇന്നലെ രാത്രി തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് വളരെ സമയബന്ധിതമായി തന്നെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകുകയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 1:30-2 മണിയോടുകൂടി അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തത്. മൃതദേഹം ഇപ്പോൾ ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇന്നലെ രാത്രി മാറ്റിയത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. രാവിലെ 9 മണിയോടെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ഈ ദൃശ്യം സഹിതമാണ് കാണിക്കുന്നത്. വനമേഖലയാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രദേശവാസി തന്നെ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. കൊടും കാടാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇരുവശത്തും വലിയ കാടാണ്. ഈ രാത്രിയൊക്കെ ആനകൾ പതിവായി വരാറുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ വേലിയൊക്കെ തീർത്തും ദുർബലമാണ്. അതെല്ലാം തകർന്നു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. ഈ മാസം തന്നെ അതെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇന്നലെ കളക്ടർ ഇങ്ങനെ വാക്ക് നൽകി പോകുമ്പോൾ അത് വെറും വാക്കല്ല, കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഈ മാസം 27-ന് അവലോകനം ചേരും എന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പോവുക എന്നുള്ളതല്ല, അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും.